അബാക്കസ് ഏവൂരിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം സീനിയർ സെക്കൻഡറി ലെവലിൽ പഠിക്കുന്ന കുട്ടികൾ 10, +1, +2 ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഭാഗം വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ എളുപ്പമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലെല്ലാവരും കയ്യിലും എത്തിക്കുകയും വേണം. അപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ഒരു രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്ന്. ഒന്ന് ട്രിഗോൺ, മറ്റൊന്ന് മെട്രോൺ. ട്രിഗോൺ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾസ് എന്നും മെട്രോൺ എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ്സ് എന്നും. അപ്പം ട്രയാങ്കിൾസിൻ്റെ മെഷർമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ശരിക്കും ട്രിഗണോമെട്രിക്കകത്തുള്ളത്. ഓക്കെ, ഈ ട്രിഗണോമെട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേണ്ട കാര്യങ്ങൾ ട്രിഗണോമെട്രിക് റേഷ്യോസാണ്. പ്രധാനമായിട്ടും നമുക്ക് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ സൈൻ എന്ന് പറയും, അടുത്തത് കോസൈൻ എന്ന് പറയും, കൊസൈൻ എന്ന് പറയും, തേർഡ് വൺ ടാൻജന്റ് എന്ന് പറയും, അടുത്ത കോ ടാൻജന്റ് എന്ന് പറയും, അടുത്ത സീക്കൻഡ് എന്ന് പറയും, കോ സീക്കൻഡ് എന്ന് പറയും. ഓക്കെ, സൈന്, കൊസൈന്, ടാൻജന്റ്, കോ ടാൻജന്റ്, സീക്കൻഡ്, കൊസീക്കൻഡ്. ഇതിനെ നമ്മൾ പഠിക്കുവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട് ഈ ഓർഡറിലാണ് പഠിക്കുന്നത്. നമുക്ക് ഈ റേഷ്യോസ് ഒക്കെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം നോക്കാം. ഇത് ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു, ഒരു മട്ടത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിൾ. ഇതിന് ഞാൻ ABC എന്ന് പേര് കൊടുക്കും. ഓക്കെ, റൈറ്റ് ആംഗിളുടെ അറ്റ് B ആണ്, ബിയിലാണ് മട്ടകോൺ വന്നിരിക്കുന്നത്, 90 ഡിഗ്രി വന്നിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ ആംഗിൾ എയെ കൺസിഡർ ചെയ്യുന്നു. ആംഗിൾ എ കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ എക്ക് തൊട്ടടുത്തുള്ള സൈഡ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന സൈഡ് എന്ന് പറയുമ്പോൾ AB ആണ്. അതിനെ നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയും, അഡ്ജസന്റ് സൈഡ്. ഇനി മലയാളം മീഡിയക്കാർ പറയുമ്പോൾ സമീപവശം എന്ന് പറയും. ഇതിന് നേരെ എതിരെ വരുന്നത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. അപ്പം BC എന്ന് പറയുന്നത് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം എന്ന് പറയും. ഓക്കെ, എപ്പോഴും ഒരു റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മട്ടകോണിന്റെ ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ മട്ടകോണിന് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് അതിന്റെ ലാർജസ്റ്റ് സൈഡ് ആയിരിക്കും. അതിനെ നമ്മൾ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. കർണം, ഹൈപ്പോട്ടന്യൂസ്. ഇനി ആംഗിൾ എയുടെ സൈൻ, സൈൻ ഓഫ് ആംഗിൾ എ, നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് സൈൻ എ എന്ന് എഴുതുന്നു. സൈൻ ഓഫ് ആംഗിൾ എ, സൈൻ എ. ഇവിടെ വേണം നമുക്ക് ഇപ്പം കൂടുതലായിട്ട് നമ്മൾ ഇവിടെ തീറ്റ എന്നൊക്കെ യൂസ് ചെയ്യാം. തീറ്റ ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്, തീറ്റ. അപ്പൊ സൈൻ തീറ്റ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം സൈൻ എ. ഓക്കെ, സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ദാറ്റ് മീൻസ് എതിർവശം ബൈ കർണമായിരിക്കും. അടുത്ത കോസ് എ നോക്കാം. കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് സമീപവശം ബൈ കർണം എന്ന് പറയും, സമീപവശം ബൈ കർണം. ഇനി ടാൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആയി, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആയി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം അറിയോ, അടുത്തത് കൊസീക്ക് എ എന്ന് പറയുന്നത് ഈ സൈനിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും, സൈനിനെ തിരിച്ചിടുന്നതായിരിക്കും, വിൽക്രമമായിരിക്കും. ദാറ്റ് മീൻസ് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും, കർണം ബൈ എതിർവശം. ഇനി സീക്ക് എ എന്ന് പറയുന്നത് കോസിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും, കോസിനെ തിരിച്ചിടുന്നതായിരിക്കും. ദാറ്റ് മീൻസ് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആയി. ഇനി കോട്ടി എന്ന് പറഞ്ഞാൽ
ടാനിന്റെ റെസിപ്രോക്കൽ ആണ്. ദാറ്റ് മീൻസ് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അതായത് സമീപവശം ബൈ എതിർവശം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന കൺസിഡർ ചെയ്തേക്കുന്ന ട്രയാങ്കിൾ എ ബി സി ആണ്. റൈറ്റ് ആംഗിൾ അറ്റ് ബി ആണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ആംഗിൾ എ ആണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിൾ വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ആംഗിൾ എ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ എല്ലാം സൈഡൊക്കെ എങ്ങനെ വരുമെന്ന് നോക്കാം. സൈൻ എ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് മീൻസ് ബി സി ബൈ എ സി എന്ന് വരും. കോസ് എന്ന് പറഞ്ഞാൽ എ ബി ബൈ എ സി എന്ന് വരും. ടാൻ എന്ന് പറയുമ്പോൾ ബി സി ബൈ എ ബി വരും. കൊസീക്ക് എന്ന് പറയുമ്പോൾ സൈനെ തിരിച്ചിടുന്നതാണ്, എ സി ബൈ ബി സി ആകും. സീക്ക് എന്ന് പറയുന്നത് കോസിനെ തിരിച്ചിടുന്നതാണ്, ദാറ്റ് മീൻസ് എ സി ബൈ എ ബി ആകും. അടുത്ത കോട്ടി എന്ന് പറയുന്നത് ടാനിനെ തിരിച്ചിടുന്നതാണ്, ദാറ്റ് മീൻസ് എ ബി ബൈ ബി സി ആകും. ഇതാണ് എന്തെന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഇതിപ്പോ നമ്മൾ ആംഗിൾ എ ആണ് കൺസിഡർ ചെയ്തത്. ഇനി ആംഗിൾ സി ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? ഇതിന്റെ സൈഡ് ചേഞ്ച് വരും. ദാറ്റ് മീൻസ് സിയുടെ ഓപ്പോസിറ്റ് ഇവിടെ, സിയുടെ അഡ്ജസന്റ് ബി സിയുമാണ്, അതനുസരിച്ച് മാറി വരും. ട്രയാങ്കിളിന്റെ പേര് മാറുന്നതനുസരിച്ചും അതനുസരിച്ച് അറേഞ്ച് ചെയ്യണം. ഇതാണ് അതിന്റെ മെയിൻ ട്രിഗണോമെട്രിക് റേഷ്യോസ്. അടുത്തതായിട്ട് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ്. ചില ആംഗിൾസിന്റെ വാല്യൂസ് നമുക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പരിശോധിക്കാം. അത് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് 45 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ, 45 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഈ ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ 45 ഡിഗ്രിക്ക് ഏത് വാല്യൂസ് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു, എ ബി സി. ഇതിന്റെ ഒരു ആംഗിൾ ഞാൻ 45 ആയിട്ട് എടുക്കുന്നു. ഇത് ഓൾറെഡി 90 ഡിഗ്രിയാണ്. വൺ ആംഗിൾ 45 ആകുമ്പം നമുക്കറിയാം അടുത്ത ആംഗിൾ എത്ര തന്നെയാ? 45 തന്നെയാണ്. കാര്യം ആംഗിൾസിന്റെ സമ്മ് 180 ആണ്. ഒരെണ്ണം 90 ആയി കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണോടെ കൂട്ടുന്നത് എത്ര വരണം? 90 വരണം. ഒരെണ്ണം 45 ആയാൽ അടുത്തതും 45. അപ്പൊ രണ്ട് ആംഗിള് 45 ഡിഗ്രി വെച്ച് വന്നു. രണ്ട് ആംഗിൾ 45 ഡിഗ്രി വെച്ച് വന്നു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിള് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയും, ഒരു സമപാർശ്വ ത്രികോണം എന്ന് പറയും. അപ്പൊ അതിനുള്ള പ്രത്യേകത എന്താ? അപ്പൊ ഏത് ആംഗിൾസ് ആണോ ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാൻ ഇത് രണ്ട് സെയിമാണ്. ഞാൻ ഇതിന് ഏന്ന് കൊടുക്കുന്നു, ഇതിന് ഏന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ തേർഡ് സൈഡ് നമ്മുടെ ഇല്ല, മീൻസ് എ സി ഇല്ല. ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പൊ നമ്മൾ പൈതഗോറസ് തിയറം ആലോചിക്കണം. പൈതഗോറസ് തിയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ. അപ്പൊ നമുക്ക് എ സി കണ്ടുപിടിക്കാൻ പറ്റും. എ സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ. ദാറ്റ് മീൻസ് എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2a സ്ക്വയർ. എ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ആകുമ്പോൾ പുറത്ത് വരും, ദാറ്റ് മീൻസ് റൂട്ട് 2a എന്നാവും. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടനൂസ് തന്നെ കിട്ടി, കാരണം എത്ര കിട്ടി? റൂട്ട് 2a ആയി. ഇപ്പൊ നമ്മുടെ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ആയി. ഇതേ നോക്കിയോ, ഇതിന്റെ വാല്യൂസിലേക്ക് കയറാം. ഇപ്പൊ ട്രയാങ്കിളിന്റെ 3 സൈഡും ആയിട്ടുണ്ട്. ഞാൻ ആദ്യം സൈൻ എ എടുക്കുന്നു. ദാറ്റ് മീൻസ് സൈൻ 45. സൈൻ 45 നമുക്കറിയാം. സൈൻ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ദാറ്റ് മീൻസ് എ ബൈ റൂട്ട് 2a. എ ക്യാൻസൽ ചെയ്ത് കളയാം നമുക്ക്. ദാറ്റ് മീൻസ് 1 ബൈ റൂട്ട് 2. അടുത്ത കോസ് 45. അത് എന്താ തന്നെയാ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ദാറ്റ് മീൻസ് എ ബൈ റൂട്ട് 2a. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ റൂട്ട് 2 എന്നാവും. എ ക്യാൻസൽ ആയി. ഇനി നമുക്കറിയാം ടാൻ 45. ടാൻ 45 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. കട്ട് ചെയ്ത് കളഞ്ഞാൽ 1 എന്ന് കിട്ടും. ഇത് മൂന്നും കിട്ടിയാൽ ബാക്കി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാ? സൈൻ ആരുടെ റെസിപ്രോക്കലാ? കൊസീക്കിന്റെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ കൊസീക്ക് 45 എന്ന് പറയുന്നത് സൈനിനെ തിരിച്ചിടുന്ന അതിന്റെ റെസിപ്രോക്കലാ. ദാറ്റ് മീൻസ് റൂട്ട് 2. സീക്ക് എന്ന് പറയുന്നത് കോസിന്റെ റെസിപ്രോക്കലാ. അപ്പം സീക്ക് 45 എന്ന് പറയുന്നതും റൂട്ട് 2. ദെൻ കോട്ട് 45 എന്ന് പറയുന്നത് ആരുടെ റെസിപ്രോക്കലാ? ടാനിന്റെ.
ദാറ്റ് മീൻസ് 1. അപ്പോൾ 45 വെച്ച് ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ എല്ലാം വാല്യൂസ് നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത നമ്മൾ 30 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെയും എങ്ങനെ കണ്ടുപിടിക്കുന്നു? 30 ഡിഗ്രിയും 60 ഡിഗ്രിയും. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം ഇടും. ഞാൻ അതിൻ്റെ ഒരു സൈഡ് 2A എന്നങ്ങ് എടുക്കും. 2A എന്നെടുക്കും. അപ്പോൾ ഇവിടെ 2A തന്നെ. ഓക്കെ, ABC എന്ന് പേര് കൊടുക്കുന്നു. ഞാൻ വേണ്ട എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ BCയിലേക്ക് വരച്ചു. ഓക്കെ, അതിന് D എന്ന് പേര് കൊടുത്തു. ഇത് ബൈസെക്ട് ചെയ്യും, പപ്പാതിയായിട്ട് മുറി. നമുക്കറിയാം ഒരു സമഭുജ ത്രികോണമാണ് നമ്മൾ എടുത്തേക്കുന്നത്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഓരോ ആംഗിളും എത്ര വരെ വരുന്നു? ഇവിടെ 60 ഡിഗ്രിയാണ്, ഇവിടെ എത്ര തന്നെയാണ്? 60 ഡിഗ്രിയാണ്, ഇവിടെ 60 ആയിരുന്നു. ഇത് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ്, ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആകുമ്പോൾ ഈ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഈ സൈഡ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് അത് പപ്പാതിയായിട്ട് മുറിയും. ദാറ്റ് മീൻസ് 30 എന്നായി. കണ്ടോ? അപ്പോൾ നമ്മൾ ഇനി ഇപ്പം നമുക്ക് ആ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ മാറി ഞാൻ അതിനെ ഇങ്ങോട്ട് സൈഡിലോട്ടൊന്ന് മാറ്റി വരയ്ക്കുന്നു. ദാറ്റ് മീൻസ് ഒരു ഭാഗം മാത്രം എടുക്കുന്നു, അത് ABD ആണ്. സൈഡ് ഇത് 2A, ഇത് A. നമുക്ക് ADയുടെ ലെങ്ത് അറിയില്ല. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. പൈതഗോറസ് തിയറം എന്താണെന്ന് അറിയാമല്ലോ. AD is equal to root of AB square minus BD square, which is equal to 2A the whole square minus A square, 4A square minus A square, 3A square. പുറത്ത് വരുമ്പോൾ √3. ദാറ്റ് മീൻസ് AD കിട്ടിയിട്ടുണ്ട്, √3A ആണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിന്റെ എല്ലാ സൈഡുമായി. ഓക്കെ, നമ്മൾ ആദ്യം ആംഗിൾ B 60 ഡിഗ്രി എന്ന് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ദെൻ ആംഗിൾ A എന്ന് പറയുന്നത്, ആംഗിൾ A അല്ല, DAB എന്ന് പറയുന്നത് നമുക്ക് 30 ഡിഗ്രി വേണം. നമ്മൾ 30 ഡിഗ്രി എടുത്തു. നമ്മൾ ആദ്യം 30 ഡിഗ്രി വെച്ച് ഓരോന്നും ചെയ്യും. ശ്രദ്ധിച്ചോ, 30 ഡിഗ്രിയുടെ ആണ് പറയാൻ പോകുന്നത്. സൈൻ 30. സൈൻ 30 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് മീൻസ് A ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 2A. A ക്യാൻസൽ ആയി പോയി, 1/2. ദെൻ cos 30. cos 30 ആകുമ്പം അഡ്ജസന്റ് സൈഡ്, 30ക്ക് അഡ്ജസന്റ്, ദാറ്റ് മീൻസ് √3A ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 2A. ക്യാൻസൽ ആയി കഴിഞ്ഞാൽ √3/2. അടുത്ത tan 30, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, A ക്യാൻസൽ ആയി പോവും, 1/√3. അടുത്ത് കണ്ടുപിടിക്കാൻ എന്താണ്? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, ഓരോന്നും ആവും. ദാറ്റ് മീൻസ് കൊസീക്ക് 30 എന്ന് പറയുമ്പോൾ സൈനിനെ തിരിച്ചിടുക 2. സീക്ക് 30 എന്ന് പറയുമ്പോൾ കോസിനെ തിരിച്ചിടുക 2/√3. കോട്ട് 30 എന്ന് പറയുമ്പോൾ ടാനിനെ തിരിച്ചിടുക, ദാറ്റ് മീൻസ് √3 എന്നാവും. അപ്പൊ 30 ഡിഗ്രിയുടെ എല്ലാ ആംഗിൾസും വരും. ഓക്കെ, അടുത്ത 60 ഡിഗ്രി നോക്കാം. 60 ഡിഗ്രി വന്നത് സൈൻ 60 ഡിഗ്രി. അപ്പൊ 60 ഡിഗ്രി വെച്ച് എടുക്കുന്നത്. സൈൻ 60 ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ, കാരണം A കട്ടായി കഴിഞ്ഞാൽ √3/2. കോസ് 60 എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, A ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 1/2. ദെൻ tan 60 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, A ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ √3. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ഇതിന്റെ എല്ലാ റെസിപ്രോക്കൽ എടുക്കണം. കൊസീക്ക് 60 ആരുടെ റെസിപ്രോക്കൽ? സൈനിൻ്റെത് 2/√3. അടുത്ത സീക്ക് 60 ആരുടേത്? കോസിന്റെ റെസിപ്രോക്കല് 2/1, 2 എന്ന് എഴുതാം. അടുത്ത കോട്ട് 60 ടാനിന്റെ റെസിപ്രോക്കല്, ദാറ്റ് മീൻസ് ഇത് √3/1 എന്നാണ് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/√3. ഓക്കെ, അപ്പോൾ നമ്മൾ 45 ഡിഗ്രിയുടെയും 30യുടെയും 60യുടെയും വാല്യൂസ് കാണാൻ പഠിച്ചു. അടുത്തതായിട്ട് നമുക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ഇതാണ് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുന്ന കാര്യം.
കാര്യം ഇവിടുന്ന് അങ്ങോട്ടാണ് പ്രശ്നം. കാര്യം ഇക്വേഷൻസ് എല്ലാം ഫോം ചെയ്യുന്നത് ഈ ഐഡൻറ്റിറ്റീസുകളിൽ നിന്നാണ്. അപ്പോൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിലേക്ക് നോക്കുക. ഇത് നോക്കിയോ, എങ്ങനെ ഓരോന്നും കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഞാനതിന് ABC എന്ന് പേര് മെൻഷൻ ചെയ്തു. ഓക്കെ, ഞാൻ ഈ ആംഗിൾ C കൺസിഡർ ചെയ്യുന്നു. അതിന് ഞാൻ തീറ്റ എന്നുള്ള നെയിം ചെയ്തു. ഓക്കെ, ആംഗിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് തീറ്റ. ഞാൻ യൂസ് ചെയ്തു. ആദ്യം പൈതഗോറസ് തിയറം അറിയാം. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് എഴുതുകയാണ്. AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഞാൻ പൈതഗോറസ് തിയറം എഴുതി. ഇനി ഇവിടെ ചെയ്യുമ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 1നെ ഡിവൈഡിങ് AC സ്ക്വയർ, ഈ ഇക്വേഷൻ നമ്പർ 1നെ മൊത്തത്തിൽ ഞാൻ AC സ്ക്വയർ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പോകും. അപ്പോൾ എന്ത് വരും നോക്കാം. AC സ്ക്വയർ ബൈ AC സ്ക്വയർ, AB സ്ക്വയർ ബൈ AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ബൈ AC സ്ക്വയർ എന്നാവും. ഇത് കട്ട് ചെയ്യും, 1 എന്ന് കിട്ടും. ഇത് ഞാൻ ഒറ്റ സ്ക്വയറിലാക്കുന്നു. ദാറ്റ് മീൻസ് 1 is equal to AB by AC the whole square, BC by AC the whole square എന്ന് മാറ്റി. 1 is equal to AB by AC the whole square plus BC by AC the whole square. ഇനി നമ്മുടെ ഫിഗറിനകത്തേക്ക് വരും. AB ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, AC ഹൈപ്പോട്ടനൂസ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ്, ദാറ്റ് മീൻസ് സൈൻ എന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ തിരിച്ചൊന്ന് എഴുതുവാണ്. ദാറ്റ് മീൻസ് സ്ക്വയർ കൊണ്ട് സൈൻ സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് BC നോക്കിയേ, അഡ്ജസന്റ് സൈഡ് അല്ലേ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആവുന്നേക്കുന്നത്. ദാറ്റ് മീൻസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ 1. ഇതാണ് ഫസ്റ്റ് ഐഡന്റിറ്റി. എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ 1. ഇവിടുന്ന് ബാക്കി എല്ലാം കണ്ടുപിടിക്കാം. എങ്ങനെയാ? സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാൻ ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആവും. സൈൻ തീറ്റ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ദാറ്റ് മീൻസ് ഇതെങ്ങനെ നോക്കൂ, സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആവും. സൈൻ തീറ്റ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആവും. തിരിച്ചും പറയാം, കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. അവിടുന്ന് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇങ്ങനെയാണ് ഫസ്റ്റ് ഐഡന്റിറ്റി ഫോം ചെയ്തത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ 1. The next dividing equation number 1 by BC square. BC square ഓട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും നോക്കാം. AC square by BC square equal AB square by BC square plus BC square by BC square. ഇത് ക്യാൻസൽ ആയി പോകും. ദാറ്റ് മീൻസ് നോക്കുക, ഇതിനെ ഒറ്റ ഇതിലേക്ക് മാറ്റുന്നു. AC by BC the whole square, ഇതോ which is equal to AB by BC the whole square plus 1 എന്നാവും. നോക്കാം, AC by BC, AC എന്ന് പറയുന്നത് ഹൈപ്പോട്ടനൂസ് ആണ്, BC അഡ്ജസന്റ് സൈഡ് ആണ്, തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പോൾ നമുക്കറിയാം അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് എന്ന് പറഞ്ഞാൽ ആരാ? കോസ് ആണ്. അതിനെ തിരിച്ചിടുക, റെസിപ്രോക്കൽ. നമുക്ക് കിട്ടിയേക്കുന്ന AC by BC എന്നാണ്. ദാറ്റ് മീൻസ് അതിന്റെ റെസിപ്രോക്കൽ ആരാ? സീക്ക്. അപ്പൊ സീക്ക് സ്ക്വയർ തീറ്റ, ഇവിടെ സ്ക്വയർ ഉള്ളത് കൊണ്ടോ വിച്ച് ഈസ് ഈക്വൽ ടു നോക്കിയേ AB by BC, തീറ്റയുടെ ഓപ്പോസിറ്റും അഡ്ജസന്റും എതിർവശവും സമീപവശവും ടാൻ. ദാറ്റ് മീൻസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1. നമുക്ക് വേണം ഈ ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് തട്ടാം.
അപ്പോൾ അടുത്ത ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താകാൻ പറ്റും? അടുത്ത റിസൾട്ടായി ദാറ്റ് മീൻസ് ശ്രദ്ധിച്ചു, sec സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ 1. അടുത്ത ഐഡന്റിറ്റിയാണ്. ഇവിടെ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. sec സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. sec തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാക്കാം. അടുത്ത ടാൻ കണ്ടുപിടിക്കാൻ ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു, ഇതിനെ ഈക്വൽ സൈൻ അപ്പുറത്തേക്കും പോയി ഇതിനെ ഇപ്പുറത്തേക്കും കൊണ്ടുവന്നാൽ sec സ്ക്വയർ തീറ്റ മൈനസ് 1. then tan theta is equal to root of sec square theta minus 1. സെക്കൻഡ് ഐഡന്റിറ്റി ആയി sec square theta minus tan square theta equal 1. തേർഡ് ഐഡന്റിറ്റിയിലേക്ക് പോവാം. തേർഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1നെ ഡിവൈഡിങ് ഇക്വേഷൻ നമ്പർ 1 ബൈ എ ബി സ്ക്വയർ. എ ബി സ്ക്വയറിന് ഡിവൈഡ് ചെയ്യും. ഇത് നോക്കിക്കോ, എ സി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ, എ ബി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ. ഇത് ക്യാൻസൽ ആയി പോവും. എ സി ഒന്നിച്ചാക്കുന്നു ഇതിനെ, എ സി ബൈ എ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ 1 പ്ലസ് ബി സി ബൈ എ ബി ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മുടെ ഫിഗറിനകത്ത് നോക്കുക, എ സി എന്ന് പറയുന്ന ഹൈപ്പോട്ടനൂസ്, എ ബി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് എന്ന് പറയുന്ന സൈൻ ആയിരുന്നു, അതിന്റെ റെസിപ്രോക്കല് കൊസീക്. ഇതെന്താവും? കൊസീക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബി സി നോക്കിയേ, അഡ്ജസന്റ്. എ ബി എന്തുവാ? ഓപ്പോസിറ്റ്. മുമ്പേ കണ്ടായിരുന്നു, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ടാൻ ആണ്, അതിന്റെ റെസിപ്രോക്കലാണ്. ദാറ്റ് മീൻസ് കോട്ട് സ്ക്വയർ തീറ്റ. കൊസീക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. നമുക്കിതിനെ ഈ കോട്ട് സ്ക്വയർ തീറ്റ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പുതിയ റിസൾട്ടായി. ദാറ്റ് മീൻസ് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ 1. അടുത്ത ഇനി ഓരോന്നും കണ്ടുപിടിക്കാം. ഇവിടുന്ന് കൊസീക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. അവിടെ നമുക്ക് കൊസീക് തീറ്റ കാണാം, റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. നെക്സ്റ്റ് cot square theta is equal to cosec square theta minus 1. Then cot theta is equal to root of cosec square theta minus 1. 3 ഐഡന്റിറ്റീസ് ആണ് പ്രധാനമായിട്ടുള്ളത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1, സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ 1, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ 1. ഇതാണ് ട്രിഗണോമെട്രിയുടെ ബേസിക് ആയിട്ടുള്ള ഐഡന്റിറ്റീസ്. ഇത് പഠിച്ചാൽ ബാക്കിയുള്ള ഇക്വേഷനിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. അതിനുള്ള സൊല്യൂഷൻസും ഡൗട്ടുകളും അന്നേരം തന്നെ ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതേപോലെ രക്ഷകർത്താക്കളാണ് കാണുന്നതെങ്കിൽ മക്കൾക്കും കൂട്ടുകാരുടെ മക്കൾക്കുമൊക്കെ ഇത് കൊടുക്കാനുള്ള ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.